السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على أشرف الأنبياء والمرسلين നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. പ്രിയമുള്ള സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഞാൻ മേലെ കൊടുത്തിട്ടുള്ള 4 മിനിറ്റ് 58 സെക്കൻഡുള്ള എന്റെ വോയിസ്, അത് നേരത്തെ നമ്മൾ ഗ്രൂപ്പിൽ ഇട്ടിട്ടുള്ള വോയിസ് ആണ്. ആ വോയിസ് ഫോർവേഡ് ചെയ്തുകൊണ്ട് ചില സുഹൃത്തുക്കൾ ചില ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ വോയിസിൽ ഞാൻ നിയാഫ് ബിൻ ഖാലിദ്, മുഹ്സിൻ ഐദീദ്, അതുപോലെ തന്നെ സാജിദ് ബിൻ ഷെരീഫ് 3 പേരുടെ പേര് പറഞ്ഞിട്ടുണ്ട്. ഈ 3 പേരുടെ പേര് പറഞ്ഞുകൊണ്ടുള്ള ചില പരാമർശങ്ങൾ വന്നത് ചില ആളുകൾക്ക് തീരെ അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ അത് അവരെ കുറിച്ച് പറഞ്ഞ കാര്യത്തിന് തെളിവ് വേണം എന്നാണ് മേലെ ഇട്ട ഈ വോയിസിൽ ഒരു സുഹൃത്ത് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഒരാൾ മാത്രമല്ല, വേറെയും ചില ആൾക്കാർ ഇങ്ങനെ എന്റെ പേഴ്സണൽ വന്നിട്ടും പറഞ്ഞിട്ടുണ്ട്. ഇത് വേറൊരാള് മുഖേന എനിക്ക് തന്നിട്ടുള്ള വോയിസാണ്. അയാളുമായിട്ട് നല്ല അടുത്ത ബന്ധമുള്ള, എനിക്ക് തന്ന ആളുമായി നല്ല അടുത്ത ബന്ധമുള്ള തൃശ്ശൂർക്കാരനൊരു സുഹൃത്താണ്. ഇദ്ദേഹം ഗൾഫ് രാജ്യത്ത് എവിടെയോ യുഎയിലോ മറ്റോ ജോലി ചെയ്യുന്ന ഒരാളാണ്. നല്ല ദീനി സ്നേഹി ആയ ഒരാളാണ്. ഈ പറഞ്ഞ ആളുകളുമായി ആത്മബന്ധം പുലർത്തുന്ന ആളാണ്. എന്നാൽ നമ്മളോടൊന്നും ഒരു വിരോധമൊന്നുമില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഏതായിരുന്നാലും അവരോടൊരു മമതയുള്ള വ്യക്തി ആയതുകൊണ്ട് അവർക്ക് എതിരെ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യത്തിന് തെളിവ് കിട്ടണം എന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് അത് അങ്ങനെ ഒരു കൂട്ടര് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ തെളിവ് കൊടുക്കണമല്ലോ, അല്ലാതെ നമ്മൾ വൃഥാസ്ഥൂലമായ വിമർശനങ്ങൾ നടത്താൻ പാടില്ല. അതുകൊണ്ട് അതിനുള്ള തെളിവാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ആദ്യം തന്നെ ഈ വോയിസിന്റെ പശ്ചാത്തലം എന്താണ് എന്ന് പറയാം. അപ്പൊ ഈ വിമർശനം കേട്ടപ്പോ എനിക്ക് മനസ്സിലായത് കൊക്കിന് വെച്ചത് കൊളക്കോയ്ക്ക് പോയി കൊണ്ടുവന്നില്ല. നമ്മൾ കൊക്കിനെ പിടിക്കാനാണ് വേണ്ടി വെച്ചത്, പക്ഷേ കൊളക്കോയ്ക്കാണ് കിട്ടിയത്. ഏതായിരുന്നാലും കിട്ടിയ സാധനത്തിനെ നമ്മൾ വെറുതെ വിടാൻ പറ്റൂല എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. ഞാൻ ഈ വോയിസ് ഇടാനുള്ള കാരണം എന്താ വെച്ചാല്, നമ്മളെ സുബൈർ മൗലവി മങ്കടയുടെ ചില നിലപാടുകൾ ഉണ്ടാക്കിയിട്ടുള്ള ഇസ്ലാമിക ഉമ്മത്തിൽ തൗഹീദ് ഉള്ളവരായ ആളുകൾക്കിടയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഫിത്നകൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ വോയിസ് ഇട്ടത്. അതായത് സുബൈർ മങ്കട മൗലവി ഒരു വിഭാഗം ആളുകളെ ഇല്ലാത്ത കാരണം പറഞ്ഞുകൊണ്ട് ശിർക്ക് ആരോപിക്കുന്നു. മുഖ്രിജുൻ അലൽ മില്ല, ഇസ്ലാമിക മില്ലത്തിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമായിട്ട് ആക്ഷേപിച്ചുകൊണ്ട് ഒരു വിഭാഗം ആളുകളോട് കടുത്ത ശത്രുതാപരമായ പ്രസ്താവനകൾ ഇറക്കിയിട്ടുണ്ട്. സ്വാഭാവികമായും അങ്ങനെയുള്ള ഒരാള് കടുത്ത ശിർക്ക് ചെയ്യുന്നവരോട് എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടതെന്ന് ചോദിച്ചാൽ കൂടുതൽ കഠിനമായ നിലപാട് സ്വീകരിക്കണമല്ലോ. പക്ഷേ അങ്ങനെ ഒരു നിലപാട് അദ്ദേഹത്തിന് ഇല്ലാന്ന് മാത്രമല്ല, ശിർക്കിന്റെ യഥാർത്ഥ വക്താക്കളാണ് എന്ന് പറയുന്നവരോട് അങ്ങേയറ്റം ഒരു മൈൽഡായ ഒരു നിലപാടാണ് അദ്ദേഹത്തിനുള്ളത്. എന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിലെ സമസ്തക്കാരായ ആളുകൾ എന്ന് പറഞ്ഞാൽ അവരാരാണ്? ശരിക്ക് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിന്റെ റുബൂബിയ്യത്തിലും ഉലൂഹിയ്യത്തിലും അസ്മാ സിഫാത്തിലും ഒരുപോലെ ശിർക്ക് വരുത്തുന്നവരായ ആളുകളാണ് കേരളത്തിലെ സൂഫികളായ സമസ്തക്കാരന്റെ അതിന്റെ നേതൃനിരയിലുള്ളവരായ ആളുകൾ. അവരുടെ അടിസ്ഥാന ആശയം തന്നെ അതാണ്. അത്രയും ശിർക്കുണ്ട്, കുഫറുണ്ട് എന്ന് സുബൈർ മൗലവിക്കോ വേറെ ആർക്കോ ഒരു തർക്കവും ഇല്ലാത്തവരായ ആളുകളെ സംബന്ധിച്ച് എന്താണ് സുബൈർ മൗലവിയുടെ നിലപാട്? അവരോട് എന്ത് നിലപാട് സ്വീകരിക്കണം എന്നാ സുബൈർ മൗലവി പറയുന്നത്? അവരെ തുടർന്ന് നിസ്കരിക്കണം, അവരെക്കുറിച്ച് ശിർക്ക് ആരോപിച്ചുകൂടാ, അവരെക്കുറിച്ച് കുഫർ ആരോപിക്കാൻ പാടില്ല. കാരണം എന്താണ്? അവർക്ക് ഇസ്ലാമിന്റെ പ്രമാണങ്ങളുടെ തെവീലാത്തുകളിൽ തെറ്റ് പറ്റിയതാണ്. തെവീലാത്തുകളിൽ വന്നിട്ടുള്ള തെറ്റിന്റെ അടിസ്ഥാനത്തിൽ ഒരു കൂട്ടർക്കെതിരെ ഇങ്ങനെ പറയാൻ പാടില്ല എന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട്. ഇവരൊക്കെ അഹ്ലുൽ ഖിബ്ലയിൽ പെട്ടിട്ടുള്ളവരായ ആളുകളാണ്. അതുകൊണ്ട് മുസ്ലിമീങ്ങളോടുള്ള എല്ലാ നിലപാടും അവരോട് അനുവർത്തിക്കണം, അവരോടൊരു വിവേചനവും പാടില്ല. എത്രത്തോളം എന്ന് പറഞ്ഞാൽ, മുസ്ലിമീങ്ങൾ നിവസിക്കുന്ന ഒരു പ്രദേശത്ത് അവിടെ 2 പള്ളികളുണ്ട്. ഒന്ന് സലഫികളുടേതായ ശരിയായ തൗഹീദുള്ള പള്ളിയാണ്. തൊട്ടപ്പുറത്ത് ഈ ശിർക്കും ഖുറാഫാത്തും ബിദ്അത്തും ഒക്കെ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥനയും ഖുതുബിയ്യത്തും ഒക്കെ നടക്കുന്ന ഒരു പള്ളിയാണെങ്കിലും അത്തരം പള്ളിയാണ് നമ്മളോട് അടുത്തിട്ടുള്ളതെങ്കിൽ ആ പള്ളിയിൽ പോയിട്ടാണ് ജമാഅത്തിന് പോകേണ്ടത് എന്ന് വരെ സുബൈർ മൗലവി വാദിച്ചു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ അനുയായികളായ ആളുകളെ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുകയും ചെയ്തു. ആ പ്രേരണ പല ആൾക്കാർക്കും ഇഷ്ടമാകാത്തതിന്റെ പേരിൽ പലരും സുബൈർ മൗലവിയുടെ നിലപാടുകളെ അതിൽ നിന്ന് പുറത്തു ചാടിപ്പോയ പല ആളുകളെയും എനിക്ക് തന്നെ പരിചയമുണ്ട്. അപ്പൊ ഇത് എന്താണ്? ശരിക്കും തൗഹീദിന്റെ ആളുകൾക്കിടയിൽ വലിയ ആശയക്കുഴപ്പമുണ്ടാക്കലും തൗഹീദിൽ മായം ചേർക്കലും വെള്ളം ചേർക്കലുമാണ്. ഖിയാസലായിയെ സംബന്ധിച്ചിടത്തോളം തൗഹീദിൽ 3 ബക്കറ്റ് വെള്ളം ചേർത്തു എന്ന് ആക്ഷേപിച്ചിട്ടുള്ള സുബൈർ മൗലവിക്ക് എങ്ങനെ ഈ ഒരു വിഷയം ഇത്രയും ലളിതമായ നിലപാട് സ്വീകരിക്കാൻ പറ്റുന്നു എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായി ഇവിടെ കിടക്കുകയാണ്. അപ്പൊ ഇങ്ങനെ സുബൈർ മൗലവിയുടെ ഈ തലതിരിഞ്ഞ നിലപാട്
പരാമർശിച്ച കൂട്ടത്തിൽ ഞാൻ 2-3 ആൾക്കാരെ പേരുമെണ്ണി. ഒന്ന് നിയാഫ് ബിൻ ഖാലിദ്, മുഹ്സിൻ ഐദീദ്, സാജിദ് ബിൻ ഷരീഫ് തുടങ്ങിയിട്ടുള്ളവരായ ആളുകൾ നമ്മുടെ ദൗറകളിൽ അവർ പങ്കെടുത്തിട്ടുണ്ട്, പലയാതി പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ സലാഹിയുടെ മരണശേഷം അവർക്ക് വേറെ ചില സൂക്കേടുകൾ തുടങ്ങുകയും അവര് സലാഹിയുടെ മരണശേഷം ഇതിന്റെ നേതൃത്വത്തിലുള്ളവരായ ആളുകൾക്കെതിരെ അഖീദയിലും മൻഹജിലും പിഴവുണ്ട് എന്ന് ആരോപിക്കുകയും ചെയ്തു. അഖീദ പേച്ചു പോയിട്ടുണ്ട്. പ്രധാനമായും അബ്ദുർ റഊഫ് നദ്വിക്കെതിരെയും അദ്ദേഹത്തിന്റെ കൂടെയുള്ള എന്നെ പോലെയുള്ള മുതിർന്നവരായ ആളുകൾ 60, 65, 70 വയസ്സ് പ്രായമുള്ളവർ നമ്മുടെ കൂട്ടായ്മയിലുണ്ട്. ഇത്തരം ആളുകൾക്കൊക്കെ അഖീദയിലും മൻഹജിലും ഗുരുതരമായ പിഴവ് സംഭവിച്ചിട്ടുണ്ട് എന്ന് മുഹ്സിൻ ഐദീദ് ആരോപിച്ചു. ആരോപിച്ചിട്ട് ഈ വിഷയങ്ങൾ അങ്ങനെ ആരോപിക്കാനുള്ള അഖീദയിലും മൻഹജിലും പിഴവ് വന്നു എന്ന് അദ്ദേഹം ആരോപിക്കാനുള്ള കാരണം എന്തെന്ന് ചോദിച്ചാൽ അദ്ദേഹം തന്നെ അബ്ദുർ റഊഫ് നദ്വിക്ക് ഒരു നസീഹത്ത് കത്ത് കൊടുക്കുകയും ആ കത്ത് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തു. അതിൽ ഈ പറഞ്ഞ തക്ഫീറിന്റെ വിഷയം അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. അതാണ് ഇവർക്കും ഈ പറയുന്ന നിലപാട്, അതായത് സുബൈർ മൗലവിയുടെ അതേ നിലപാട് തന്നെയാണ് ഉള്ളത് എന്ന് ഞങ്ങൾ പറയാനുള്ള തെളിവ്. ആദ്യമേ പറയട്ടെ, ഒരു കക്ഷിയുടെ ഭാഗമാവുക എന്ന നിലക്കോ ഒരു സംഘത്തിന് വേണ്ടി നിലകൊള്ളുക എന്ന അർത്ഥത്തിലോ അല്ല നമ്മളാരും പരസ്പരം ദീനിന്റെ വിഷയങ്ങളിൽ സഹകരിക്കുന്നത്. അത്തരം കക്ഷിത്വത്തെ എതിർക്കുന്നു എന്നതാണല്ലോ നിലവിലുള്ള സംഘടനാ സംവിധാനങ്ങളിൽ നിന്ന് നമ്മുടെ ദഅവത്തിനെ വേറിട്ടു നിർത്തുന്നത്. അതിനാൽ ഒരു കക്ഷിയിലെ പ്രശ്നം പരിഹരിക്കുക എന്ന നിലക്കോ മറ്റോ അല്ല ഞാൻ ഇത്തരമൊരു കുറിപ്പ് എഴുതുന്നത്. മറിച്ച് ഒരു മുസ്ലിം സഹോദരൻ മറ്റൊരു സഹോദരന് നൽകുന്ന നസീഹത്ത് മാത്രമാണ്. അപ്പൊ അബ്ദുർ റഊഫ് നദ്വിക്ക് ഒരു നസീഹത്ത് കൊടുക്കുകയാണ്, വേറെ ഒരു പ്രശ്നപരിഹാരത്തിനൊന്നും വേണ്ടിയിട്ടല്ല. എന്താണ് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് എഴുതിയത് തന്നെ. വലിയൊരു പ്രശ്നം ഫിത്ന ഉണ്ടാക്കണമെന്ന ഗൂഢ ഉദ്ദേശത്തോടു കൂടിയാണ് ഇത് എഴുതിയത്. എന്നിട്ട് പറയുന്നത് എന്താ, സംഘടനാപരമായ പ്രശ്നങ്ങളും പരിഹരിക്കാൻ വേണ്ടിയല്ല, ഒരു വ്യക്തിയുടെ ഭയങ്കരമായ കുഴപ്പങ്ങളെ ചൂണ്ടിക്കാണിച്ച് നന്നാക്കണം എന്ന ഉദ്ദേശത്തിലാണ് ഞാൻ ഇത് എഴുതുന്നത്. പിന്നെ അടുത്തത്, ഇൽമ പ്രചരിപ്പിക്കുന്നതിലും ദീൻ പഠിപ്പിക്കുന്നതിലും നിരന്തരമായി മൗലവി നടത്തുന്ന പരിശ്രമങ്ങളെയോ യുവാക്കളായിട്ടും മടിഞ്ഞിരിക്കുന്ന എന്നെപ്പോലെയുള്ള പലരെയും കവച്ചു വെച്ച് ദീർഘയാത്രകൾ നടത്തി മൗലവി നിർവഹിക്കുന്ന സംസാരങ്ങളെയോ അണുകിട പോലും നിസ്സാരമായി കാണുന്നവനല്ല ഈ ഉള്ളവൻ. ഇപ്പൊ അബ്ദുർ റഊഫ് നദ്വി കുറെ സേവനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, അതൊന്നും മുഹ്സിൻ ഐദീദ് നിസ്സാരമായി കാണുന്നില്ല. മറിച്ച് മുമ്പും ഞാൻ പറഞ്ഞിട്ടുള്ള പോലെ പ്രായമായ നമ്മുടെ മൗലവിമാർ നടത്തുന്ന വിശ്രമമില്ലാത്ത പരിശ്രമങ്ങളെ ആശ്ചര്യത്തോടെ നോക്കി നിൽക്കുകയും നിങ്ങൾ പദം വരുത്തിയ വഴികളിലൂടെ മുള്ളുകൾ തട്ടാതെ സുഗമമായി നടന്നു പോവുകയും ചെയ്യുവാൻ മാത്രമാണ് ഞങ്ങൾ ചെറുപ്പക്കാർ. കണ്ടോ, നമ്മൾ ചെറുപ്പക്കാരായ ആളുകൾക്ക് നിങ്ങൾ വെട്ടിത്തെളിച്ച വഴിയിലൂടെ പോകണമെന്നൊക്കെയാണ് ആഗ്രഹം. ഇതൊക്കെ സോപ്പടിക്കലാണ്. എന്നിട്ട് ഭയങ്കരമായ ഗുരുതരമായ ആരോപിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സോപ്പടിക്കൽ. എന്നിട്ട് അടുത്ത്, അതിനാൽ ഈ എഴുതുന്ന കുറിപ്പിന്റെ ഉദ്ദേശങ്ങൾ ഒരിടത്ത് പോലും നിങ്ങൾ മുതിർന്നവരെക്കാൾ എന്തെങ്കിലും ഒരു ശ്രേഷ്ഠത ഞാൻ സ്വയം കൽപ്പിക്കുന്നുവെന്ന് തെറ്റിദ്ധരിക്കരുത് എന്ന് അപേക്ഷിക്കുന്നു. എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ വളരെ ലളിതമുള്ള പിന്നെ നിങ്ങളൊരു ആക്ഷേപിച്ചെന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ചെയ്യാൻ ആക്ഷേപിക്കാൻ പോവാണ്. അങ്ങനെ എന്തെങ്കിലും ചിന്ത പിശാചി എന്റെ മനസ്സിൽ പ്രവേശിപ്പിക്കുന്നതിൽ നിന്ന് ഞാൻ അള്ളാഹുവിനോട് രക്ഷ തേടും. ആ രക്ഷ തേടുന്നതൊക്കെ നല്ലതാണ്. പിന്നെ ആമുഖങ്ങൾ പറയാതെ വിഷയത്തിലേക്ക് കടക്കട്ടെ. ഇനി ആട്ടോ വിഷയത്തിലേക്ക് വരികയാണ്. ആമുഖങ്ങളൊക്കെ നിർത്തി എന്നിട്ട് മൂപ്പര് പറയാണ്, മൗലവിയുടെ പ്രതികരണങ്ങളിലും സംസാരങ്ങളിലും എനിക്കുള്ള വിയോജിപ്പ് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഈ എഴുത്ത്. വിയോജിപ്പ് രേഖപ്പെടുത്തുക. എന്തൊക്കെയാണ് ആമുഖങ്ങൾ പറയാതെ വിഷയത്തിലേക്ക് കടക്കട്ടെ. മൗലവിയുടെ പ്രതികരണങ്ങളിലും, മൗലവി അതായത് അബ്ദുർ റഊഫ് നദ്വിയുടെ പ്രതികരണങ്ങളിലും സംസാരങ്ങളിലും എനിക്കുള്ള വിയോജിപ്പ് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഈ എഴുത്ത്. സംസാരത്തിലും പ്രസംഗത്തിലും ഒക്കെ ഒരുപാട് കുഴപ്പങ്ങൾ മൗലവിക്ക് വന്നു പോയിട്ടുണ്ട്, അത് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ എഴുതുന്നത്. ആയിക്കോട്ടെ, വിരോധമല്ല. എന്നിട്ട് പറയാ, വിസ്ഡവുമായി വിയോജിപ്പുകൾ പരസ്യമായി പറഞ്ഞ കാലഘട്ടം മുതൽ ഞാൻ ചിലപ്പോൾ മൗലവിയോട് നേരിട്ടുണർത്തുകയോ അതല്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സലാഹിയോട് ഓർമ്മപ്പെടുത്തുകയോ ചെയ്ത കാര്യങ്ങളും പിന്നീട് ഞാൻ നേരിട്ടുണർത്തിയിട്ടില്ലാത്ത വിഷയങ്ങളും താഴെ കുറിക്കട്ടെ. അപ്പൊ എന്തൊക്കെ ഉള്ളത്? സലാഹി ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ നദ്വിയുമായി നേർക്കുനേരെ പല കാര്യങ്ങളും മുഹ്സിൻ ഐദീദ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ സലാഹി മുഖേനയും കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി അവർ രണ്ടു മുഖേനയും പറയാത്ത കുറച്ച് സ്വകാര്യമായ വേറെ കുറെ കാര്യങ്ങൾ എല്ലാം കൂടി കൂട്ടിയിട്ടാണ് നദ്വിയുടെ നെഞ്ഞത്തേക്ക് നിറയൊഴിക്കാൻ വേണ്ടി മുഹ്സിൻ ഐദീദ് തീരുമാനിച്ചത്. അവയിൽ എനിക്ക് അബദ്ധം പിണഞ്ഞിട്ടുണ്ടെങ്കിൽ മൗലവി എന്നെ തിരുത്തുമെന്ന പ്രതീക്ഷിക്കട്ടെ. ഞാൻ കുറെ ആരോപണങ്ങൾ വെടിവെക്കാൻ പോവാണ്. ഈ വെടി കൊണ്ടിട്ട് വേദനയാകുന്നുണ്ട് എങ്കിൽ നിങ്ങൾ അതൊന്ന് പറയണം എന്നാണ് മുഹ്സിൻ ഐദീദിന്റെ അദ്ദേഹത്തിന്റെ ആമുഖം. എന്നിട്ട് തൊട്ട് താഴെ കാണാം, അതിര് കവിയുന്ന
തക്ഫീർ. കണ്ടോ, ഇനി ആ വിഷയത്തിലേക്ക് വരുന്നത്. നദ്വിക്കെതിരെ കൊണ്ടുവരുന്ന വിഷയം എന്താണ്? അതിര് കവിഞ്ഞ തക്ഫീറിന്റെ ആളാണ് നദ്വി എന്ന് മുഹ്സിൻ ഐദീന്റെ ആ പരസ്യപ്പെടുത്തിയിട്ടുള്ള കത്ത്. ഒരാൾക്ക് നമ്മൾ ഒരു നസീഹത്ത് കൊടുക്കുകയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? അയാളുമായി നേർക്ക് നേരെ ചെന്നിരുന്ന് സ്വകാര്യമായി നിങ്ങൾക്ക് ഇന്ന പോരായ്മകളൊക്കെ ഉണ്ട് എന്ന് സൂചിപ്പിക്കുകയും അങ്ങനെ തിരുത്താൻ വേണ്ടി ശ്രമിക്കുകയും അതൊന്നും തിരുത്താൻ തയ്യാറല്ല എങ്കിൽ നമ്മൾ അത് പരസ്യമായിട്ട് ജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയമാണ് എങ്കിൽ അത് പരസ്യമായി ജനങ്ങളുടെ മുമ്പിൽ പറയുകയും ചെയ്യാന്നുള്ള മര്യാദയുണ്ട്, ഒരു മാന്യതയുണ്ട്. ആ മാന്യതയൊന്നും കീപ്പ് ചെയ്യാതെ നമ്മുടെ മുഹ്സിൻ ഐദീദ് ചെയ്തത് ഈ ഇങ്ങനൊരു കത്ത് ഇറക്കുകയും അത് സോഷ്യൽ മീഡിയയിലൂടെ വ്യാപകമായി പ്രചരിപ്പിക്കുകയും ചെയ്യാന്നുള്ളതാണ് ഒന്നാമത്തെ അക്രമം അവിടെ. പിന്നെ മുഹ്സിൻ ഐദീദും എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 10-25 വയസ്സ് പ്രായമുള്ള ഒരു ചെറുപ്പക്കാരനാണ്. മാക്സിമം അത്രയൊക്കെ ഉണ്ടാവുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അയാള് നസീഹത്ത് കൊടുക്കണ ആരാണ്? അബ്ദുറൌഫ് നദ്വി എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് മുഹ്സിൻ ഐദീദ് ജാമ്യയിൽ പഠിച്ച കാലത്ത് അദ്ദേഹത്തിന്റെ ഗുരുനാഥനും ആകാൻ സാധ്യതയുണ്ട്. കാരണം ഇവനേക്കാളും ഒക്കെ മുതിർന്നവരായ പല ആളുകളുടെയും ഗുരുനാഥനാണ് അബ്ദുറൌഫ് നദ്വി. എടവണ്ണ ജാമ്യയിൽ അങ്ങനെ പല ആളുടെയും ഗുരുനാഥന്മാരാണ്. ഇന്ന് കാണുന്ന പലരുടെയും ഗുരുനാഥനാണ്. നല്ല കഴിവുള്ള, നല്ല തന്റേടമുള്ള, കിതാബ് തിരിയുന്ന നല്ല യോഗ്യനായ ഒരാൾ കൂടിയാണ് ആര്? ഈ അബ്ദുറൌഫ് നദ്വി എന്ന് പറയുന്ന സുഹൃത്ത്. എന്റെ ആത്മബന്ധുവാണ്, ആത്മസുഹൃത്താണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് നസീഹത്ത് കൊടുക്കുകയാണ് ആര്? 10-25 വയസ്സ് പോലും പ്രായമില്ലാത്ത ഒരുത്തൻ അബ്ദുൽ മുഹ്സിൻ ഐദീദ് എന്ന് വരുന്ന വ്യക്തി. നിങ്ങൾ നോക്കത് ഞാൻ വായിച്ച് കേൾപ്പിച്ചുതരാം. അത് നോക്കി നിങ്ങൾ വായിച്ചു നോക്കുക. ബഹുമാനപ്പെട്ട അബ്ദുറൌഫ് നദ്വിക്ക് എന്ന് പറഞ്ഞിട്ടാണ് സംബോധന. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പരസ്പരം നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കുകയും ചെയ്യുക എന്നത് മുസ്ലിമീങ്ങളുടെ മേന്മകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ്, ഗുണമാണല്ലോ. കാരണം എന്താണ്? അള്ളാഹ് പറഞ്ഞിട്ട് വൽതകും മിൻകും ഉമ്മത്തുൻ യദഊന ഇലൽ ഖൈരി വയഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകരി വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. ആ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ പരസ്പരം നന്മ കൽപ്പിക്കുക എന്നുള്ളത് മുസ്ലിമീങ്ങളുടെ ബാധ്യതയാണ്. അത് നമുക്ക് തർക്കമൊന്നുമില്ല. പിന്നെ പറയുന്നത് എന്താണ്? അൻ തമീമിൻ ദാരി അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ അദ്ദീനു അന്നസീഹ. നബി പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദീനു അന്നസീഹ, ദീന് എന്ന് പറഞ്ഞാൽ നസീഹത്താണ്. ഫഖുൽനാ ലിമൻ, ആർക്കുള്ള നസീഹത്താണ് നബിയേ എന്ന് ചോദിച്ചപ്പോൾ ഖാല ലില്ലാഹി വലി കിതാബിഹി വലി റസൂലിഹി വലി അയിമ്മത്തിൽ മുസ്ലിമീന വഅമ്മത്തിഹിം. അള്ളാഹുവിനോട്, അള്ളാഹിന്റെ കിതാബിനോട്, റസൂലുള്ളാഹിനോട്, മുസ്ലിമീങ്ങളുടെ നേതാക്കന്മാരോട്, പൊതുജനങ്ങളോടും ഒക്കെയുള്ള ആ നസീഹത്താണ്. ആ നസീഹത്തിന്റെ ഭാഗമായിട്ടാണ് 25 വയസ്സുള്ള അബ്ദുൽ മുഹ്സിൻ ഐദീദ് 60 വയസ്സുകാരനായ അബ്ദുറൌഫ് നദ്വി എന്ന് പറഞ്ഞ നല്ല മുതിർന്ന ഒരു വ്യക്തിക്ക് ഈ നസീഹത്ത് കൊടുക്കണേ. ആയിക്കോട്ടെ, മുതിർന്നവര് താഴ്ന്നവരെന്ന് വ്യത്യാസമൊന്നുമില്ല. പക്ഷെ പറയുന്ന കാര്യം ശരിയായിരിക്കണമല്ലോ. അതിനൊരു മാർഗവും രീതിയൊക്കെ ഉണ്ടല്ലോ. ആ രീതിയൊന്നും നമ്മുടെ ഈ അബ്ദുൽ മുഹ്സിൻ ഐദീദ് എന്ന് പറയുന്ന സുഹൃത്ത് സ്വീകരിച്ചില്ല. എന്നിട്ട് പറയുന്ന എന്താ? അള്ളാഹുവിന്റെ കൽപ്പനയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉണർത്തലും ഉൾക്കൊണ്ടുകൊണ്ട് പരസ്പരം ഉപദേശിക്കുവാൻ നാം ബാധ്യസ്ഥരാണ്. എന്നേക്കാൾ ദീനീ വിഷയത്തിലും അറിവിലും പരിചയവും നേടിയ പ്രബോധന വഴിയിൽ ഏറെ സഞ്ചരിക്കുകയും തൗഹീദും സുന്നത്തും വിവരിക്കുന്നതിനായി പരിശ്രമിക്കുകയും ചെയ്ത എന്റെ ജ്യേഷ്ഠ തുല്യനായ മൗലവിക്ക് ഇപ്രകാരം ഒരു കുറിപ്പ് എഴുതാൻ എന്നെ പ്രേരിപ്പിക്കുന്നത് ദീനിലെ ഈ ഓർമ്മപ്പെടുത്തലാണ്. നദ്വി എന്ന് പറഞ്ഞ ഒരു വലിയ മനുഷ്യന് ഇങ്ങനൊരു നസീഹത്ത് കൊടുക്കാൻ പ്രേരിപ്പിച്ചിട്ടുള്ള കാര്യം ഇതാണ്. ഈ ആയത്തും ഹദീസും ഒക്കെയാണ്. ആയിക്കോട്ടെ, അതിനും വിരോധമല്ല. ആദ്യമേ പറയട്ടെ. അപ്പൊ അതിര് കവിഞ്ഞ തക്ഫീറിന്റെ ആളാണ് ആര്? അബ്ദുറൌഫ് നദ്വി. മൂപ്പര് കണ്ട ആൾക്കാർ, അവര് കണ്ടവരൊക്കെ കാഫിറാണെന്ന് വിധിക്കുന്ന ഒരാളാണ്. അതിര് കവിഞ്ഞു പോയിട്ടുണ്ട് എന്നതാണ് മുഹ്സിൻ ഐദീദ് നദ്വിക്കെതിരെ കണ്ടിട്ടുള്ള ഒന്നാമത്തെ ആരോപണം. എന്നിട്ട് എന്താ അദ്ദേഹം പറയുന്ന നോക്കുക. കഴിഞ്ഞ ചെറിയ പെരുന്നാളിൽ മൗലവി നടത്തിയ ഈദ് ഖുത്ബയിൽ ഒരു ഖാദിയെ മൗലവി കാഫിർ എന്ന് വിശേഷിപ്പിച്ചത് കേൾക്കുകയുണ്ടായി. അങ്ങനെ അബ്ദുറൌഫ് നദ്വി ഒരു ഖാദിയെയും കാഫിറാക്കിയതായി മുഹ്സിൻ ഐദീദ് കേൾക്കൂല. അങ്ങനെ ആരെയും കാഫിറാക്കിയിട്ടില്ല. കാഫിറാക്കി എന്ന് മുഹ്സിൻ ഐദീദിന് തെളിയിക്കാനും കഴിയില്ല. ഒരു കാലത്തും നദ്വി അത് പറഞ്ഞിട്ടുമില്ല. അപ്പൊ നദ്വി പറയാത്തൊരു കാര്യം, ഒരു ഖാദിയെ, ഖാദി എന്ന് പറഞ്ഞാൽ അതാണ് നമ്മുടെ നാട്ടിലൊക്കെ പല ജാതി ഖാദിമാരുണ്ടല്ലോ. അങ്ങനെ ഏതോ ഒരു ഖാദിനെ, കോഴിക്കോട് വലിയ ഖാദിനെ, ചെറിയ ഖാദിനെ, ഏതൊരു ഖാദിയെ അബ്ദുറൌഫ് നദ്വി അദ്ദേഹത്തിന്റെ ഖുത്ബ പ്രസംഗത്തിൽ എന്ത് ചെയ്തു? കാഫിറാക്കി കളഞ്ഞതായി കേൾക്കുകയുണ്ടായി. എവിടുന്നാണ് മുഹ്സിൻ ഐദീദ് അത് കേട്ടതെന്നറിയില്ല. കേട്ടതൊക്കെ അങ്ങനെ പറഞ്ഞു നടക്കാന്നുള്ളത് നസീഹത്താക്കാൻ പറ്റോ? കാര്യം ഉറപ്പിച്ചിട്ടല്ലേ പറയാ. അങ്ങനെ ഉറപ്പ് വല്ല ഉണ്ടായിനോ അദ്ദേഹത്തിന്? വല്ല ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണോ ഈ കാഫിറാക്കി എന്ന് പറഞ്ഞത് ഇയാൾ പറഞ്ഞത് എന്ന് പറയുന്നു. ഇതുപോലെ പലപ്പോഴായി നാട്ടിലുള്ള സുന്നികളെ പൊതുവെ കാഫിർ എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു പ്രവണത അല്ലെങ്കിൽ അതിലേക്കുള്ള ഒരു ചായ്വ് മൗലവിയുടെ സംസാരത്തിൽ പലപ്പോഴായി കാണുന്നു. ഇത് സലഫുകളുടെ രീതിയാണോ? കണ്ടോ? അപ്പൊ സലഫി മനഹജിൽ നിന്ന് നമ്മുടെ അബ്ദുറൌഫ് നദ്വി തെറ്റിപ്പോയിട്ടുണ്ട്. എന്താ കാരണം? കേരളത്തിലെ സുന്നികളെ ഇതുപോലെ പലപ്പോഴായി നാട്ടിലെന്ന് കേരളത്തിലുള്ള സുന്നികളെ, ആരാണ് ഈ സുന്നികൾ എന്ന് പറഞ്ഞാൽ? കേരളത്തിലെ സമസ്തക്കാർ എന്നർത്ഥം. കേരളത്തിലെ സമസ്തക്കാർ, ഈ സമസ്തക്കാരെയാണ്
ഉദ്ദേശിച്ചുകൊണ്ടാണ് എന്ത് പറയുന്നത്, സുന്നികൾ എന്ന് മുഹ്സിൻ അദീദ് പറയുന്നത്. പൊതുവേ കാഫിർ എന്ന് വിശേഷിപ്പിക്കുന്ന അവരൊക്കെ കാഫിരീങ്ങളാണ് എന്ന് നദ്വി വിശേഷിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു പ്രവണത അല്ലെങ്കിൽ അതിലേക്കുള്ള ഒരു ചായ്വ് മൂപ്പർക്ക് ഉറപ്പൊന്നുമില്ല. അങ്ങനെ ഒരു ചായ്വ് നദ്വിയുടെ സംസാരത്തിൽ ഉണ്ട് എന്ന് മൂപ്പരാണ് കണക്കാക്കുക. മൗലവിയുടെ സംസാരത്തിൽ പലപ്പോഴായി കാണുന്നു. എവിടെ കാണുന്നു? കേരളത്തിലെ സമസ്തക്കാർ മുഴുവനും കാഫിരീങ്ങളാകുന്നു എന്ന് നദ്വി എവിടെങ്കിലും പറഞ്ഞ അങ്ങനെ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? കേരളത്തിലെ സമസ്തക്കാർ മുഴുവനും കാഫിരീങ്ങളും. സമസ്തയിൽ എന്തെല്ലാം ജാതി ആൾക്കാരുണ്ട്? ഇസ്തിഹാസ ചെയ്യാത്തവരായ ആളുകൾ സമസ്തയിലില്ലേ? ഈ നിലക്കാണ് പറയുന്നത്. ഒക്കെ ഊഹത്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് കേട്ടല്ലേ. ആ നദ്വി അങ്ങനെ പറഞ്ഞു. എന്നിട്ട് പറയാ ഇവിടെ യഥാർത്ഥത്തിൽ നദ്വി പറഞ്ഞ വിഷയം എന്താണ്? പറഞ്ഞ വിഷയം നമ്മൾ നേരത്തെ പറഞ്ഞു. ഒരാള് ശിർക്ക് ചെയ്യുന്നവനാണ്, ശിർക്കിന്റെ അമല് ഉള്ളവനാണ് എങ്കിൽ അത്തരം ആളുകളെ തുടർന്ന് നിസ്കരിക്കാൻ പാടില്ല. അങ്ങനെയുള്ളവരാണ് എന്ന് ഉറപ്പുള്ള ഒരാള് അർത്ഥ മാംസം തിന്നാൻ പാടില്ല. ഇതൊക്കെ നദ്വി പറഞ്ഞിട്ടുണ്ട്. അത് നദ്വിന്റെ മാത്രം അഭിപ്രായമല്ല, അതാകട്ടെ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരായ എല്ലാ ഉലമാക്കന്മാരും പറഞ്ഞിട്ടുണ്ട്. നേരത്തെ ഞാൻ ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഫത്വ വായിച്ചിട്ടുണ്ട്. അദ്ദേഹത്തോട് ചോദിച്ചപ്പോ ഇങ്ങനെയുള്ള സംശയിക്കപ്പെടുന്ന ഒരാളുടെ പിന്നിൽ നിസ്കരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോ എന്താ പറഞ്ഞത്? പാടില്ല, ലാ യജൂസു. അങ്ങനെയുള്ള ആളുകളുടെ പിന്നിൽ നിസ്കരിക്കാൻ പാടില്ല. കാരണം അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് കുഫറായി പോകുന്ന കാരണമാകുന്നു. അത്തരം കുഫർ ചെയ്യുന്ന ഒരാളുടെ പിന്നിൽ, ശിർക്ക് ചെയ്യുന്ന ഒരാളുടെ പിന്നിൽ നിസ്കരിക്കാൻ പാടില്ല എന്നാണ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഫത്വ. അങ്ങനെ അസംഖ്യ ഉലമാക്കന്മാരുടെ ഫത്വകൾ നമുക്ക് കാണാൻ പറ്റും. ഇത് നദ്വി പറഞ്ഞിട്ടുണ്ട്, അത് ഇന്നും പറഞ്ഞിട്ടുണ്ട്, എന്നും പറഞ്ഞിട്ട് ഇനി പറയും ചെയ്യും. ഇതിന്റെ പേരിലാകുന്നു എന്ത് ചെയ്യുന്നത്, മുഹ്സിൻ അദീദ് ഈ ചാർജ് ഷീറ്റ് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് പിന്നെ ബാക്കി വായിക്കണം എന്തിനാ കേട്ടോ. തീർത്തും മൻഹജിയായ അടിസ്ഥാനപരമായ ഒരു വിഷയത്തിലെ പിഴവാണ് മൗലവിക്ക് ഈ കാര്യത്തിൽ സംഭവിച്ചിട്ടുള്ളത്. ഏത് കാര്യത്തിൽ? ശിർക്ക് ചെയ്യുന്ന ഒരാളാണ് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അയാളെ തുടർന്ന് നിസ്കരിക്കാൻ പാടില്ല എന്ന് പറയുന്നത് മൻഹജിലെ പിഴവാണെങ്കിൽ ആ പിഴവ് ആർക്കൊക്കെ ഉണ്ട്? ശൈഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി, ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ്, എത്ര ആൾക്കാരെ ഞങ്ങൾ കാണിച്ചു തരും. അപ്പൊ ഈ പറഞ്ഞ ആൾക്കാർക്കൊക്കെ പിഴവ് പറ്റിയിട്ടുണ്ട്, നദ്വിക്കും പിഴവ് പറ്റിയിട്ടുണ്ട്. അവർക്കൊന്നും പിഴവ് പറ്റിയില്ല, നദ്വിക്കും പിഴവ് പറ്റിയില്ല. എന്നിട്ട് മുഹ്സിൻ അദീദ് പറഞ്ഞെന്താ? മൻഹജിയായ പിഴവാണിത്, മൻഹജിൽ പിഴവ് സംഭവിച്ചു എന്നാണ് മുഹ്സിൻ അദീദ് ആരോപിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ആരാണ് ഇവൻ ഇത്ര മനസ്സിലാക്കാൻ മാത്രം? എന്നാൽ ഇബ്നു ബാസിന് കത്ത് എഴുതട്ടെ, അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന ഉലമാക്കന്മാർ പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ടല്ലോ, ഇവർക്കൊക്കെ കത്ത് എഴുതി ചോദിക്കട്ടെ, നിങ്ങൾ ഈ പറഞ്ഞത് ശരിയാണെങ്കിൽ ശരിയാണെന്ന് നിങ്ങൾ സ്ഥാപിക്കുന്നവരുടെ ഒരു മുഹ്സിൻ അദീദ് ഒരു നസീഹത്ത് അവർക്കൊക്കെ എഴുതട്ടെ. നദ്വിക്ക് മാത്രം എഴുതിയാ പോരല്ലത്. നദ്വി എന്ന് പറഞ്ഞാൽ സ്വന്തമായി ചെയ്യുന്ന ആളല്ല, ഇതൊക്കെ ഫത്വകളൊക്കെ നോക്കി മനസ്സിലാക്കിയിട്ട് ചെയ്യുന്ന ഒരാളാണ് നദ്വി. അങ്ങനെ ചെയ്ത ഒരാളെ സംബന്ധിച്ചാണ് മുഹ്സിൻ അദീദ് ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ ഇവിടെ ഉന്നയിച്ചിട്ടുള്ളത്. ഇതാണ് ഞങ്ങളുടെ തെളിവ്. ഇനി വായിച്ചറ കേട്ടോ. കാരണം ചിലർ മൗലവിയുടെ ഈ സംസാരങ്ങൾ കാരണത്താൽ സുന്നികളെ ഒരു ന്യായവുമില്ലാതെ അടച്ച് കാഫറാക്കുന്നത് കാണാനിടയായിട്ടുണ്ട്. നദ്വി ഈ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്തു? പല ആളുകളും സുന്നികൾ, അതായത് കേരളത്തിലെ സമസ്തക്കാരെ അടച്ച് കാഫറാക്കുന്നത് കാണാനിടയായിട്ടുണ്ട്. എവിടെയാണ് മുഹ്സിൻ അദീദ് കണ്ടതെന്ന് അറിയില്ല. ഒരാള് സമസ്തക്കാരനായ ഖുതുബിയത്ത് നടത്തുന്ന പള്ളിയിലെ ഇമാമിനെ തുടർന്ന് നിസ്കരിക്കാൻ പറ്റൂല, നിസ്കാരം ശരിയാവൂല എന്ന് പറഞ്ഞാൽ, സലഫി ഉലമാക്കന്മാരുടെ ഖൗലനുസരിച്ച് പറഞ്ഞാൽ അത് കാഫറാക്കല ആണോ? കാരണം ചിലർ മൗലവിയുടെ ഈ സംസാരങ്ങൾ കാരണത്താൽ സുന്നികൾ എന്ന് കേരളത്തിലെ സമസ്തക്കാരെ പറ്റി പറയാൻ പറ്റുമോ? സമസ്തക്കാരെന്ന് പറയാന്നല്ലാതെ ഒരു ന്യായവുമില്ലാതെ അടച്ച് കാഫറാക്കുന്നത് കാണാനിടയായിട്ടുണ്ട്. എന്നിട്ട് പറയുന്നത് എന്താ? പലരും ധരിക്കുന്നത്, ആര്? നദ്വിയുടെ പ്രസംഗം കേട്ട്, ഖുതുബ കേട്ട്, അദ്ദേഹത്തിന്റെ ഫത്വ വായന കേട്ടിട്ട് പലരും ധരിക്കുന്നത് ഒരുത്തൻ സുന്നിയാണോ അല്ലെങ്കിൽ അവൻ മുശ്രിക്കാണെന്നാണ്. കണ്ടാ, അതായത് കേരളത്തിലെ സമസ്തക്കാരൊക്കെ മുശ്രിക്കുകളാണ് എന്ന് ആളുകൾ അങ്ങ് ധരിച്ചു പോയി. നദ്വിന്റെ പ്രസംഗം കേട്ടിട്ട് എന്നിട്ട് പറയാ, ഒരുത്തൻ മങ്കൂസ് മൗലൂദ് വായിക്കുന്നുണ്ടോ എങ്കിൽ അവൻ മുശ്രിക്കാണെന്നാണ്. കണ്ടാ, മങ്കൂസ് മൗലൂദ് വായിക്കുന്നവനൊക്കെ മുശ്രിക്കാണ് എന്നാണ് വായിക്കുന്നത്. അപ്പൊ മങ്കൂസ് മൗലൂദ് വായിക്കുന്നതിന്റെ വിധി എന്താ? മുഹ്സിൻ അദീദ് പറയട്ടെ. എന്നാല് എന്ന് അർത്ഥമറിഞ്ഞ് പഠിച്ചു പാടുന്ന ഒരു വ്യക്തിയെ കുറിച്ച് വിധി എന്താണ്? അത് മുഹ്സിൻ അദീദ് പറയണം. ഓൻ അത് വായിച്ച് മനസ്സിലാക്കി പാടുന്ന ഒരുത്തന്റെ വിധി എന്താണ്? ഓൻ ഇസ്ലാമിൽ പെടുവോ പെടൂലേ? ഓന്റെ വിശ്വാസത്തിൽ ശിർക്കുണ്ടോ ഇല്ലേ? ഇത് പറയേണ്ടത് ആരാണ്? മുഹ്സിൻ അദീദ് പറയണം.
പറയണം. ഒരുത്തൻ മങ്കൂസ് മൗലൂദ് വായിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അവൻ മുശ്രിക്കാണെന്നാണ്. കണ്ടോ, പിന്നെ മങ്കൂസ് മൗലൂദൊക്കെ മുശ്രിക്കായി. ഒരാൾ ജാറത്തിൽ പോകുന്നുണ്ടോ എങ്കിൽ മുശ്രിക്കാണെന്നാണ്. കണ്ടോ, ജാറത്ത് പോണോ പിന്നെന്താണ് ഓന്റെ വിധി എന്താ? ജാറങ്ങൾ കെട്ടിപ്പുയർത്തുകയും അവിടെ നേർച്ചകളും വഴിപാടുകളും അർപ്പിക്കുകയും അവിടെ ആരാധനകൾ അർപ്പിക്കുകയും അവിടെ പ്രാർത്ഥനകളും ഇസ്തിഗാസയും നടത്തുകയും ചെയ്യുന്നവരായ ആളുകളെ വെള്ളപൂശുകയാണ് ഇവിടെ മുസ്ലിം ചെയ്യുന്നത്. അവരൊക്കെ ആരാണ്? അവരൊന്നും എന്തല്ല മുസ്ലിമീങ്ങൾ അല്ലാതാകുന്നില്ല. അവരൊക്കെ യഥാർത്ഥ ഒറിജിനൽ മുസ്ലിമീങ്ങൾ തന്നെയാണ് എന്നാണ് ആരുടെ വാദം? നമ്മുടെ മുഹ്സിൻ അയ്ദീദിന്റെ വാദം. എന്നിട്ട് നദവി അങ്ങനെ ഇത്തരം ആളുകൾക്ക് പിന്നിൽ നിസ്കരിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരിൽ നദവിയെ ഇസ്ലാം എന്ന് പുറത്താക്കുക, അഖീദയിലും മൻഹജിലും പിഴവുള്ളവനാണ് എന്ന് വാദിക്കുക. അതാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഇത് ചിലരുടെ എല്ലാം ബന്ധങ്ങളിൽ ദുരന്ത പൂർണമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ഭാര്യാഭർത്തൃ ബന്ധങ്ങളിൽ വരെ ഭിന്നിപ്പുകൾ ഉടലെടുത്തുന്ന ഇത് നദവിന്റെ ഈ പ്രസംഗം കേട്ടിട്ടേ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നവരായ തുറന്നു നിസ്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ഈ പ്രസംഗം കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ തെറ്റിപ്പോയിട്ടുണ്ട്. അത്രയും ഗുരുതരമായ സാമൂഹ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെയാണ് എന്തിനാ അബ്ദുൽ മുഹ്സിൻ അയ്ദീദ് ഈ പ്രസംഗം നടത്തി നടക്കുന്നത്? വാട്സാപ്പിലൊക്കെ ഭയങ്കര പ്രസംഗം നടത്തുന്നുണ്ടല്ലോ, ശിർക്ക് 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 എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ 2-3 ആൾക്കാർ പ്രസംഗം നടത്തുന്നുണ്ടല്ലോ. ആ പ്രസംഗത്തിനൊക്കെ വിധി എന്താ? ആ പ്രസംഗം കേട്ടിട്ട് ഒരാള് തൻ മാതാപിതാക്കന്മാരോട് വിയോജിപ്പ് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ മുഹ്സിൻ അയ്ദീദ് കുറ്റക്കാരനാകുമോ? അതോ മുഹ്സിൻ അയ്ദീദ് എന്തൊക്കെ നിങ്ങൾ ഈ പറയുന്നത്? എന്നിട്ട് പറയുന്നു സൂക്ഷ്മതയുടെ പേരിൽ അനാവശ്യമായ അതിര് കവിച്ചിൽ പുലർത്തുന്ന ചിലരുണ്ട്. എന്നാൽ സൂക്ഷ്മതയുടെ പേരിൽ അനാവശ്യമായ അതിര് കവിച്ചിലുണ്ടാകുന്നു. എന്താണ് അതിര് കവിച്ചില്? മുസ്ലിമീങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മലപ്പുറം കോഴിക്കോട്ടും ഹോട്ടലുകൾ കയറിയാൽ അറുത്തതൊന്നും ഭക്ഷിക്കാത്തവർ ഉണ്ടോ? മലപ്പുറത്തെയും കോഴിക്കോട്ടെയും മുസ്ലിമീങ്ങൾ തിങ്ങി താമസിക്കുന്ന സ്ഥലത്ത് പോയിട്ട് അവിടെയുള്ള മാംസാഹാരം ഭക്ഷിക്കാത്തവരായ ആളുകളുണ്ട്. അതൊരു വലിയ ഗുരുതരമായ തെറ്റായിട്ടാണ് ആര് പറയുന്നത്? മുഹ്സിൻ അയ്ദീദ് കാണുന്നത്. നമ്മളെ നാട്ടിലുള്ള ഹോട്ടലുകൾ ഇനി മുസ്ലിമീങ്ങൾ അർത്ഥം തന്നെ ആട്ടെ, മുസ്ലിമീങ്ങൾ ഹോട്ടൽ തന്നെ ആട്ടെ, എന്ത് ഹോട്ടലാകട്ടെ, ഇറച്ചി തിന്നിട്ടില്ലെങ്കിൽ എന്തോ കാര്യം ഇവരെ സംഭവിക്കുക. ഇത് ആരർത്ഥതാണ്? ചത്തതാണോ ചത്തതല്ലേ എന്നൊന്നും അറിയില്ലല്ലോ. അതൊന്നും അറിയാത്തൊരു സ്ഥലത്ത് നിന്ന് മാംസാഹാരം വേണ്ടാന്ന് ഒരുത്തൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ അർത്ഥവൻ ഏവനാണെന്ന് അറിയാത്തത് കൊണ്ട് സൂക്ഷ്മതയ്ക്ക് വേണ്ടി ഒരാള് മാംസാഹാരം വേണ്ടെന്ന് വെച്ചാൽ അതൊരു അതിര് കവിഞ്ഞ സൂക്ഷ്മതയാണ് എന്നാണ് ആര് വാദിക്കുന്നത്? നമ്മളെ മുഹ്സിൻ അയ്ദീദ് വാദിക്കുന്നു. എന്ന് വെച്ചാൽ ഈ പറഞ്ഞ ആളുകളൊക്കെ അർത്ഥം നമുക്ക് തിന്നാം, നോക്കണ്ടില്ലാന്ന്. അപ്പൊ മുഹ്സിൻ അയ്ദീദിന് ഈ വിഷയത്തിൽ എന്തല്ല ഒരു സൂക്ഷ്മതയും ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ അഹ്ലുൽ കിബയിലെ ആൾക്കാരാണ്. ഈ പറഞ്ഞതുകൊണ്ടൊന്നും മുശ്രിക്കാകുകയോ കാഫറാകുകയോ ചെയ്യുന്ന പ്രശ്നമില്ല എന്നതല്ലേ മുഹ്സിൻ അയ്ദീദിന്റെ നിലപാട്? അല്ലെ? മുസ്ലിമീങ്ങൾ പെട്ടവർ മരിച്ചാൽ മയ്യത്ത് നിസ്കാരത്തിന് പോകാത്തവരും ഉണ്ട് എന്നാണ് അതിര് കവിഞ്ഞ സൂക്ഷ്മത കൊണ്ട്. ഒരാൾ ശിർക്ക് ചെയ്യുന്നവനാണ് അല്ലെങ്കിൽ കുഫറിലേക്ക് ചാടിയവനാണ് എന്ന് ഉത്തമ ബോധ്യം ഉണ്ടെങ്കിൽ അവന്റെ പിന്നിൽ നിസ്കരിക്കാനും പാടില്ല. അങ്ങനെയുള്ള ആൾ മയ്യത്ത് നിസ്കരിക്കേണ്ട ബാധ്യത നമുക്കില്ല. അത് സൂക്ഷ്മതയുടെ ഭാഗമാണ്. അങ്ങനെ ഒരാൾ മാറി എന്നാൽ കുറ്റകരമായ കാര്യമായിട്ടാണ് ആര് കാണുന്നത്? മുഹ്സിൻ അയ്ദീദ് കാണുന്നത്. എന്നിട്ട് ഇത് പറഞ്ഞതിന്റെ പേരിൽ നമ്മുടെ നദവിക്ക് എതിരെ അതിര് കവിഞ്ഞ തക്ഫീറിന്റെ വാദമുള്ളവനാണ് എന്ന് മുഹ്സിൻ അയ്ദീദ് ഇവിടെ കൊണ്ടാടുകയും ചെയ്യുന്നു. ഇനി നിങ്ങൾ ആലോചിച്ചോ, തെളിവ് കിട്ടിയില്ല നിങ്ങൾക്ക്? പരസ്യമായി തന്നെ തിരുത്തേണ്ട ഒരു തെറ്റുമാണിത്. ഏത് ശിർക്ക് ചെയ്യുന്ന കുഫറിന്റെ ആളുകളാണ് എന്ന് ബോധ്യമുള്ള, കൃത്യമായ ബോധ്യമുള്ള ഒരാൾ പിന്നിൽ നിസ്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് തിരുത്തപ്പെടേണ്ട തെറ്റാകുന്നു എന്നാണ് ആര് പറയുന്നത്? മുഹ്സിൻ അയ്ദീദ് പറയുന്നത്. മൗലവി ഈ വിഷയത്തിൽ വായിക്കുന്ന പല ഫത്വകളും സന്ദർഭത്തോട് ബന്ധമില്ലാത്തതും മൗലവി ഉദ്ദേശിച്ച അർത്ഥം ഉൾക്കൊള്ളാത്തതുമാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എന്താ തോന്നിയെന്നറിയക്ക്? നദവി സ്വന്തം അഭിപ്രായം പറഞ്ഞല്ല, ഫത്വ വായിച്ചിട്ടാണ്. സലഫി ഉലമാക്കന്മാരുടെ ഫത്വകൾ വായിച്ചുകൊണ്ടാണ് ഇത് പാടില്ല, ഇത് ശരിയല്ലാത്ത നിലപാടാകുന്നു നദവി പറഞ്ഞിട്ടുള്ളത്. ആ ഫത്വകളൊന്നും മുഹ്സിൻ അയ്ദീദിന് സ്വീകാര്യമല്ല, അതൊന്നും ആ അർത്ഥത്തിലല്ല. എന്നാ ഏത് അർത്ഥത്തിലാണെന്ന് മുഹ്സിൻ അയ്ദീദ് പറയണ്ടേ? ഏത് അർത്ഥത്തിലുള്ളതെന്ന് വിശദീകരിക്കാൻ അദ്ദേഹത്തിന് ബാധ്യതയല്ലേ? ആ ബാധ്യത ഒന്നും ചെയ്യാതെ കത്തങ്ങോട്ട് എഴുതുക. അതെയോ? ഇനി ഞാൻ ചോദിക്കട്ടെ, സുബൈർ മൗലവി നേരത്തെ പറഞ്ഞിട്ടുള്ള വാദവും മുഹ്സിൻ അയ്ദീദ് എഴുതി പിടിപ്പിച്ചിട്ടുള്ള വാദവും തമ്മിൽ എന്താ വ്യത്യാസം? സുബൈർ മൗലവി പോയതിനേക്കാളും ഒരു 10 മടങ്ങ് ഡബിൾ മേലെ പോയി ആര്? മുഹ്സിൻ അയ്ദീദിന്റെ വാദപ്രകാരം കേരളത്തിലെ സമസ്തക്കാരൊന്നും എന്തല്ല കുഫ്ർ ശിർക്ക് എന്ന് പറഞ്ഞ സംഗതിയെ ഓലിൽ പറയാൻ പാടില്ല, ഇതൊന്നും പറയാൻ പാടില്ല. ഓല അർത്ഥം തിന്നുകയും ചെയ്യാം, ഓല പിന്നിൽ നിസ്കരിക്കുകയും ചെയ്യാം. അവരെ പള്ളിയാണ് ജമാഅത്തെങ്കിൽ അങ്ങോട്ട് തന്നെയാണ് പോകേണ്ടത് എന്ന നിലപാടിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ എന്താ അവിടെ സംഭവിക്കാൻ പോണത്? ശിർക്കും തൗഹീദും
ഇതും വേർതിരിയൂല. ഇവിടുത്തെ സമസ്തക്കാരായ ആളുകൾ ഇവിടുത്തെ സലഫികളോട് കാണിക്കുന്നതാ, ഇവർ തനിച്ച ബിദഅികളാണ്. നാടായ നാടുകളിൽ മുതൽ ബിദഅത്ത് ആരോപിക്കുകയും മഹല്ല് സംവിധാനങ്ങളിൽ നിന്ന് പരിപൂർണം ബഹിഷ്കരിക്കുകയും ഇല്ലാത്ത ആരോപണങ്ങൾ നിരത്തുകയും ചെയ്യുന്ന മുസ്ലിമീങ്ങളോട്, ഇവിടുത്തെ സലഫികളോട് ഒരു തരത്തിലുള്ള കരുണയും കാണിക്കാത്തവരായ ആളുകളാണ് ഇവിടുത്തെ സമസ്തയുടെ തീവ്രവാദികളായ ആൾക്കാർ. ഏത് സമസ്തയിലെ ഇടത്തെ സമസ്തയാണെങ്കിലും ശരി, വലത്തെ സമസ്തയാണെങ്കിലും ശരി, കീ പോയിന്റുകളിലുള്ളവരും അതിന്റെ തലപ്പത്തുള്ളവരും അതിന്റെ കാര്യകർത്താക്കളുമായ ആളുകൾക്ക് മുഴുവനും ഇവിടുത്തെ സെലഫികളുടെ നിലപാട് ഇതാണ്. ഇങ്ങോട്ടുള്ള നിലപാട് ഇതാ. ഇവർക്ക് അങ്ങോട്ടുള്ള നിലപാടോ അവരൊക്കെ നല്ല പഞ്ച പാപങ്ങളാണ്, അവരൊക്കെ മുന്തിയ ചരക്കുകളാണ്, അവരെ തുടർന്ന് നിസ്കരിക്കണം, അവരോട് പരസ്പരം നമ്മൾ സ്നേഹിച്ച് ജീവിക്കണം എന്നാണ്. മാനുഷികമായ സ്നേഹബന്ധങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നമ്മളെ വിഷയം എന്താണ്? നിസ്കാരം, നോമ്പ്, ഹജ്ജ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, ഇബാദത്തായ കാര്യങ്ങൾ, അത് ശിർക്കുമായി കൂടിക്കലർത്താൻ പറ്റുകയില്ല. അപ്പൊ ശിർക്കിന്റെ അമലുകൾ ഉള്ളവരായ ആളുകളോട് ബറാത്ത്, ആ ഒരു വിഷയത്തിൽ ബറാത്ത് പുലർത്തുക എന്നുള്ളത് ഒരു വ്യക്തിയുടെ ഇബാദത്ത് പൂർത്തീകരിക്കപ്പെടാനും അള്ളാഹുവിങ്കൽ സ്വീകാര്യമാകാനുള്ള മാർഗമാകുന്നു. അതാണ് ഇവിടുത്തെ പോയിന്റ്. അങ്ങനെ അത് പറഞ്ഞതിന്റെ പേരിൽ ഈ രണ്ടു കൂട്ടരും, സുബൈർ മൗലവിയും അത് തന്നെ, മൂസിൻ ഐദീദും അത് തന്നെ, ഇവരെ സപ്പോർട്ട് ചെയ്യുന്നവരും ഇത് തന്നെയാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഞങ്ങളുടെ തെളിവ്. കണ്ടാ, നമ്മൾ തെളിവില്ലാതെ പറയുന്ന ആൾക്കാരല്ല. അപ്പൊ മൂസിൻ ഐദീദ് അങ്ങനെ പറഞ്ഞു എന്നുള്ളതും, നിയാഫ് ബിൻ ഹാലിദ് പറഞ്ഞു എന്നുള്ളതും, സാജിദ് ബിൻ ഷെരീഫ് പറഞ്ഞു എന്നുള്ളതും, അംറാസ് ബിൻ ഹാരിസ് പറഞ്ഞു എന്നുള്ളതും ഒക്കെ സത്യമായ കാര്യമാണ്. അതൊക്കെ ഇനിയും ഒരുപാട് ചരിത്രങ്ങൾ പൊളിക്കാനുണ്ട്. നമ്മള് ഇത് സ്വന്തം പല്ല് കുത്തിയിട്ട് ആരാനെ വാസനിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് മിണ്ടാകുന്ന, പക്ഷേ നമ്മൾ അടങ്ങി നിൽക്കുന്നതിനനുസരിച്ച് തലേ കയറാൻ വിചാരിച്ചാൽ എല്ലാം ഞങ്ങൾ മാന്തി പുറത്തിടും. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, KNM മാന്തി പുറത്തിടും പറഞ്ഞാൽ നിങ്ങൾ മുഴുവൻ മാന്തി പുറത്തേക്ക് ഞങ്ങൾ. അതുകൊണ്ട് അടങ്ങി നിങ്ങൾ ഇരിക്കാൻ നിങ്ങൾക്ക് നല്ലത് എന്നാണ് നിങ്ങളോട് ഈ പറയുന്ന മൂസിൻ ഐദീദിന്റെ സിൽബന്ദികളോട് നമുക്ക് പറയാനുള്ളത്. ഇതൊന്നും പറയണമെന്ന് വിചാരിച്ചല്ല, കൊല്ലക്കുറെ മുമ്പ് നടന്നുപോയ കാര്യങ്ങളാണ് ഇതൊക്കെ. ഇതിപ്പോ ഞാൻ പറയേണ്ടി വന്നതാ, മനസ്സിലായില്ലേ? ഇതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ